ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 23 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പം നമ്മുടെ 23rd ഡേ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഞാൻ പറഞ്ഞായിരുന്നു അമ്മ വീട്ടിലില്ല എന്നുള്ളത്. അമ്മ ആക്ച്വലി ഇന്ന് വരും. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി, ഉപ്പുമാവൊക്കെ സെറ്റാക്കിയിട്ട് ഇന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് UST ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ അക്കൗണ്ടിൽ ട്രിപ്പാണ്. അപ്പോൾ കൊച്ചിക്കാരും ട്രിവാൻഡ്രംകാരും കൂടി ചേർന്നിട്ട് നമ്മൾ പൂവാറ് ട്രിപ്പ് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം രാവിലെ എത്തി. കൊച്ചി ടീം അത് കഴിഞ്ഞിട്ട് അവർ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഓഫീസിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് അവർ ട്രിവാൻഡ്രം ഓഫീസിലെത്തി. അവർ ട്രിവാൻഡ്രം ഓഫീസ് കാണാത്തതുകൊണ്ട് അവർക്ക് ഓഫീസ് ടൂർ നടത്തുമായിരുന്നു. ഞങ്ങളുടെ മേളിലൊക്കെ പോയി നമ്മുടെ മീനൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ബേ ഒക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ അവിടുത്തെ സ്വാനും അതെല്ലാം കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് ഓഫീസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് ഒരു മാക്സിമം ഒരു 1.5 മണിക്കൂർ ട്രാവലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ബസ്സിലായിട്ടായിരുന്നു പോയത്. ട്രിവാൻഡ്രത്തിൽ നിന്നുള്ളവർ ഒരു ബസ്സിലും കൊച്ചി ടീംസ് ഓൾറെഡി വന്നത് ആ ബസ്സിലുമായിരുന്നു പോയത്. ടോട്ടൽ ഒരു 54 പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എസ്റ്റുറി സരോവറിലെത്തി. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നമുക്കൊരു ഹാരമൊക്കെ ഇട്ട് തന്നു. അതുപോലെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. നല്ലൊരു കസ്റ്റമർ സർവീസ് ആയിരുന്നു അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതും ഉച്ചയായിട്ടാണല്ലോ. അപ്പോൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഡെസേർട്ടൊക്കെ കഴിച്ചു. പിന്നെ ഇതാണ് സെന്നി ചേച്ചി. ചേച്ചീനെ നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പറഞ്ഞു. ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ചേച്ചി ഓഫീസിൽ കാണാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറയുന്നുണ്ട്. അപ്പം ചേച്ചീനെ ഇൻക്ലൂഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു റൂം ടൂറൊക്കെ നടത്തി. എൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ പോയി നോക്കിയാൽ മതി, ഫുൾ വീഡിയോ കാണാൻ പറ്റും. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ബോട്ടിങ്ങിന് പോയി. ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു ബോട്ടിങ്ങിൻ്റെ. അപ്പോൾ അടിപൊളിയായിരുന്നു ബോട്ടിങ്ങൊക്കെ, നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് സൺസെറ്റ് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് എത്തി. എന്നിട്ട് അവിടുത്തെ വിഷ്വൽസ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ലൈറ്റിംഗ് കിട്ടി അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പൂളിലിറങ്ങി. പൂളിൽ ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ചിട്ട് പിന്നെ ഒരു കോൺഫറൻസ് റൂമിൽ പോയിരുന്ന എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരമൊക്കെ ആയിരുന്നു. പാട്ടൊക്കെ പാടി. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയി. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് യൂനോ ഒക്കെ കളിച്ചു. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ്.